എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. എയറിലാവുന്നു എന്നുള്ളതിനെ ഞാൻ വലിയ കാര്യമാക്കണില്ല. എങ്ങനെ എയറിലായി മനസ്സിലായില്ല. അതായത് കറക്റ്റ് എനിക്കും അറിഞ്ഞൂടാ കേട്ടോ. കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം. ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ ജോലി ഇതുപോലെ വൃത്തിയാക്കലായതുകൊണ്ട് അറിയാം എവിടെയൊക്കെ ഹിഡൻ സ്പോട്സിൽ പൊടി ഉണ്ടാവും അല്ലെ അഴുക്കുണ്ടാവും എന്നുള്ളത്. അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. ഭയങ്കരം തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനെ പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ ആക്കുന്നു. പല സ്ഥലങ്ങളിൽ പോകുമ്പോ നിങ്ങൾ അത് വീഡിയോ ആക്കും. എക്സാക്ട്ലി. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതുപോലെ ഇവക്ക് അലർജിയാണ് വൈഫിന്. അപ്പം കുറെ നാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ റൂം വൃത്തിയുള്ളത് നോക്കി എടുക്കുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ വരുമ്പോ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നമ്മളത് വീഡിയോ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഈ ഇടയ്ക്ക് ഒരു ഹോട്ടലിന്റെ റൂം നിങ്ങളാണോ ഇട്ടിരുന്നത്? ഞാൻ ആക്ച്വലി ആരാ എന്താന്ന് ഓർക്കണേ. പ്രശ്നമാണോ? പ്രശ്നം സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. ഇത്രയും രൂപ കൊടുത്തിട്ട് അങ്ങനെ രൂപ കൊടുത്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ബേസിക് കിട്ടേണ്ട ഫെസിലിറ്റി കിട്ടിയിട്ടില്ല. അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതൊരു സ്ഥിരം പണിയല്ലേ? അത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ തീരുമാനം ആവാത്തോണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കും. നമ്മുടെ കൺമുന്നിൽ കാണുന്നതിന് അവഗണിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് വെയിലിരുന്ന പാമ്പായിരുന്നു. പോണതിന് മുമ്പ് ഇനി ഫ്ലോർ വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമെന്നുള്ള എന്റെ പേര്. അവിടെ ഇവനൊക്കെ വല്ല കാര്യമുണ്ടോ ഈ മനോരമയ്ക്ക്? ഇവൻ ഇനി ആ സെറ്റിന് വൃത്തിയില്ല, ഇവിടെ ആ പൂത്തിരിക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അനുഭവിക്കണ്ടേ? നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇല്ല എനിക്ക് ഞാൻ പൈസ കൊടുത്ത് ഒരു ഫെസിലിറ്റി എടുക്കുമ്പോ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലേ മാത്രമേ ഞാൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അല്ലാത്ത ഞാൻ പ്രശ്നക്കാരനല്ല കേട്ടോ. വെറുതെ ഒരു പ്രശ്നക്കാരൻ. എനിക്ക് ഒരു പാലക്കാട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയി നിൽക്കുക. ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ കൈ കഴുകിയിട്ട് ഈ കണ്ണാടി ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ ഇടിക്ക് ഇവന് ഈ കണ്ണാടി മൊത്തം പൊട്ടിച്ചു. പറയാ ആ കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം, കണ്ണാടിയുടെ പൈസ ഞാൻ തന്നേക്കാം. ഇപ്പൊ അവിടെ ഒരു വെയിറ്റർ പോയാ എന്നാ പിന്നെ നിനക്ക് ഈ ഹോട്ടലിൽ ഒരു ബോംബ് വെച്ച് തകർത്തിട്ട് അതിന്റെ പൈസ കൊടുത്താൽ പോരെ. ഞാനൊരു തമാശക്ക് തുടങ്ങിയാണ് ഇത് പ്രണയമോ? അതെ. ബെസ്റ്റ്. ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി തമാശക്ക് വേണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ശരിയാ. നീ പ്രേമിക്കുന്നതൊക്കെ തമാശക്കാണോ? തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. ഇത്രത്തോളം വരുമാനം ഉണ്ട്, എന്നെ കൊണ്ട് പോറ്റാൻ പറ്റും എന്ന് കൺവിൻസ് ചെയ്തു. പെണ്ണ് ചോദിക്കാൻ പോയപ്പോ ഇവനെ വീടങ്ങ് വൃത്തിയാക്കി. അപ്പൊ തന്നെ അമ്മായിയമ്മ കൊള്ളാം, നീ തന്നെ എന്റെ മരുവാൻ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. അപ്പൊ നമ്മൾ